ജമ്മു കശ്മീരിൽ രജൌരി ജില്ലയിലെ കലാക്കോട്ടിൽ കന്നുകാലികളെ മേച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 14, 11, 10 വയസ്സുള്ള കുട്ടികൾ ഒഴുകിപ്പോയി. 10 വയസ്സുകാരി സൈമയെ മാത്രമാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചത്. മറ്റ് 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു. ജൂൺ 23-ന് ഒഴുക്കിലകപ്പെട്ട് കാണാതായ 32-കാരന്റെയും മൃതദേഹം ഇന്ന് കണ്ടെത്തി. ഹിമാചലിൽ കാംഗ്രയിലെ ധർമ്മശാലയ്ക്ക് സമീപത്തുള്ള ജലവൈദ്യുത പദ്ധതിയിൽ അറ്റകുറ്റപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ നേരെ പ്രളയജലം കുത്തിയൊഴുകിയെത്തിയപ്പോൾ 12-ലധികം പേരും ഒഴുക്കിൽപ്പെട്ടിരുന്നു. തിരച്ചിൽ 2ാം ദിനമായിട്ടും ഇതുവരെ 3 പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്താനായിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് വേണ്ടി NDRFും പോലീസും ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നു. കാംഗ്രയ്ക്ക് പുറമെ കുളു ജില്ലയിലെ സെയിൻസ് താഴ്വര, ഗഡ്സ, മണികിരൺ, ബഞ്ചാർ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയിലാണ്. മണാലി സബ് ഡിവിഷനിലും ഷിംലയിലും ആശങ്ക നിഴലടിക്കുന്നുണ്ട്. നാളെ രാവിലെ വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രളയജലം മരങ്ങളെ കടപുഴക്കി. ഒഴുക്കിന്റെ തീവ്രതയിൽ കെട്ടിടങ്ങളെയും വീടുകളെയും വാഹനങ്ങളെയും എല്ലാം വിഴുങ്ങി മുന്നോട്ടു പോകുന്നു. മണികിരണിലെ ബ്രഹ്മഗംഗ മേഖല, ഗഡ്സയിൽ ഗോമതി നദിയും പാർവതി, ബിയാസ് നദികളും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. കുളു ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട 3-ലധികം ആളുകളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് താഴ്ന്ന ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതാണ് വലിയ ദുരന്തത്തെ ഒഴിവാക്കിയത്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന ഇടങ്ങളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നതായി ഇതുവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല. ജലന്ധർ, അട്ടാരി, മണ്ഡി ദേശീയപാതയിൽ ഗതാഗതം മണ്ണിടിച്ചിൽ മൂലം തടസ്സപ്പെട്ടിട്ടുണ്ട്. ആളുകൾ പരമാവധി യാത്ര ഒഴിവാക്കണമെന്നാണ് അധികാരികൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.